ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 4-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ബുദ്ധമത സ്ഥാപകനായ ശ്രീബുദ്ധൻ കപിലവസ്തുവിലെ ശാക്യവംശ രാജാവായ ശുദ്ധോധനൻ്റെ മകനായി BC 560 ജനിച്ചു. 7 ദിവസം പ്രായമായപ്പോൾ അമ്മ മായാദേവി മരിച്ചു. പിന്നീട് ചിറ്റമ്മയാണ് വളർത്തിയത്. ഗൗതമൻ എന്നായിരുന്നു ശ്രീബുദ്ധൻ്റെ യഥാർത്ഥ പേര്. മനോഹരമായ കൊട്ടാരവും സമ്പത്തും പണവും സുഖസൗകര്യങ്ങളും ഒന്നും ഗൗതമന് സന്തോഷം കൊടുത്തില്ല. എപ്പോഴും ചിന്താശീലനായി അവൻ കാണപ്പെട്ടു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഗൗതമൻ്റെ മനസ്സ് വേദനിച്ചു. ശുദ്ധോധന മഹാരാജാവ് കുമാരനെ സന്തോഷിപ്പിക്കാനായി ആവുന്നത്ര ശ്രമിച്ചു. എങ്കിലും ഗൗതമനിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. സുന്ദരിയും സുശീലയുമായ യശോധര ജീവിത സഖിയായി കടന്നു വന്നിട്ടും ഗൗതമൻ സന്തോഷചിത്തനായില്ല. ഒരിക്കൽ ഗൗതമൻ ചന്ദൻ എന്ന തോഴനുമൊത്ത് നാടും നഗരവും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ ഗൗതമൻ വൃദ്ധരെയും രോഗികളെയും കണ്ടു. അവരൊക്കെ വേദനിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. കുറെ കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരാളുടെ മൃതശരീരവും വഹിച്ച് കുറേ പേർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ വേർപാടിൽ ഭാര്യയും കുട്ടികളും ബന്ധുക്കളും വാവിട്ട് നിലവിളിക്കുന്നു. ആ കാഴ്ചകളൊക്കെ ഗൗതമനെ വളരെ ചിന്തിപ്പിച്ചു. രോഗം, വാർദ്ധക്യം, മരണം ഇവയെല്ലാം മനുഷ്യജീവിതത്തിൽ അനിവാര്യമാണെന്ന ചിന്ത അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു. ഈ ലോക ദുഃഖങ്ങൾക്ക് കാരണം എന്താണെന്നും അതിനുള്ള പ്രതിവിധി എന്താണെന്നും കണ്ടുപിടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി കൊട്ടാരം തന്നെ വിടുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന ഭാര്യയെയും ഓമനപുത്രനെയും ഉപേക്ഷിച്ച് അദ്ദേഹം നാട് വിട്ടു. മലകളും കുന്നുകളും കാനനങ്ങളും പിന്നിട്ട് ഗൗതമൻ ഗയ എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളുടെ കാരണ നിവാരണങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു. നീണ്ട 6 വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു. അന്ന് മുതൽ ഗൗതമൻ ബുദ്ധൻ എന്നറിയപ്പെടാൻ തുടങ്ങി. തനിക്ക് കിട്ടിയ ജ്ഞാനസമ്പത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി അദ്ദേഹം തല മുണ്ഡനം ചെയ്തു. കയ്യിൽ ഭിക്ഷാപാത്രവുമായി അലഞ്ഞു നടന്നു. ധാരാളം ശിഷ്യന്മാരെ അദ്ദേഹം കൂടെ ചേർത്തു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. അതിനാൽ തൃഷ്ണയെ കൈവിടുകയാണ് ജീവിത ദുഃഖങ്ങൾ അകറ്റാനുള്ള മാർഗമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് ബുദ്ധമതാനുയായികൾ ഉരുവിടുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ബുദ്ധിമാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു, ബുദ്ധിമാൻ്റെ ധർമ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു, ബുദ്ധിമാന്മാരുടെ സംഘത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ജീവിത വിജയത്തിനായി അദ്ദേഹം 5 ശീലങ്ങൾ നിർദ്ദേശിച്ചു. അവ പഞ്ചശീലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, മദ്യപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നിവയാണ് ആ പഞ്ചശീലങ്ങൾ. BC 480 അദ്ദേഹം മരണമടഞ്ഞു. എങ്കിലും ഇന്നും അദ്ദേഹം മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തി വിജയശക്തി നേടുന്നു. ഇഷ്ടം പോലെ സ്വത്ത്, സ്നേഹിക്കാൻ സുന്ദരിയായ ഭാര്യ, ഓമനപുത്രൻ, വേലക്കാർ ഇവയെല്ലാം ശ്രീബുദ്ധനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥ സമാധാനമില്ലായിരുന്നു. ആ സമാധാനം തേടിയാണ് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിയത്. അവസാനം ശാന്തി കണ്ടെത്തിയത് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കൂടാതെ ഒരുവൻ്റെയും മനസ്സ് സംതൃപ്തമാകില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ മനസ്സ് ശാശ്വതമായ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കൂ. മനുഷ്യരുൾപ്പെടെ ഈ ലോകത്ത് കാണുന്ന എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ്. ഈ സൃഷ്ടികൾ കൊണ്ട് നമ്മുടെ ഹൃദയം ഒരിക്കലും നിറയ്ക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ ഹൃദയവും സമസ്ത ശക്തിയും ദൈവത്തിൻ്റെ കൈകളിൽ നാം അർപ്പിക്കണം. അപ്പോൾ ദൈവം നമുക്ക് എല്ലാം നൽകുന്നു. വിശുദ്ധ അഗസ്തിനോസ് ദൈവത്തെ ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളുടെയും പിന്നാലെ പോയ ആളാണ്. എന്നാൽ അദ്ദേഹം മനസ്സ് തിരിഞ്ഞ് വിളിച്ചു പറഞ്ഞു: നാഥ, ഞങ്ങളുടെ ഹൃദയം അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങിൽ വിനയം കൊള്ളുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ മുഴുവനുമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം അർപ്പിക്കാം. കർത്താവ് നമ്മെ കാത്തുകൊള്ളും. അവൻ നമ്മെ പരിപാലിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായ വ്യാകുലതകളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തെ തളർത്തുകയില്ല. ദൈവ സാമീപ്യത്തിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവരുടെ ഉള്ളിൽ ദൈവ സമാധാനം അലയടിക്കും. സാം ഹാരിസൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എന്തു തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും
ഞാൻ ഈശ്വരൻ്റെ കരങ്ങളിൽ നിന്നുള്ള പിടിവിടുകയില്ല. അതുതന്നെയാണ് നാം 4-ാം സങ്കീർത്തനത്തിൽ ഇന്ന് കുറിവാക്യമായി വായിച്ചത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവ് മാത്രമാണ് നമ്മുടെ സുരക്ഷിതമായി എല്ലാ നിമിഷവും നമ്മുടെ ജീവിതനാൾ മുഴുവൻ നമ്മെ സുരക്ഷിതമായി ക്ഷേമമായി നമ്മെ നടത്തുന്നത്. ഈ വചനത്തിൽ നമുക്ക് പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിലുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.